Hi, good morning, dear friends. ഇന്ന് ബർത്ത്ഡേ ആണ്. ഞാൻ അത്ര ഓർത്തിരുന്നില്ല. എൻ്റെ ബർത്ത്ഡേ കുറിച്ച് ഞാനങ്ങനെ പ്രത്യേകിച്ച് ആഘോഷിക്കാറ് അങ്ങനെ പൊതുവേ ഇല്ല, ഓർക്കാറില്ല. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഇന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ എണീക്കുമ്പം അങ്ങനെ എണീക്കുന്ന ഉടനെ തന്നെ പല്ല് തേക്കാറ് ഇല്ല. കുറച്ച് കഴിയും. പല്ല് തേപ്പാണെങ്കിലും കുളിയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് കാണും. പക്ഷേ ഇന്ന് മാത്രം എണീറ്റപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ പല്ല് എന്ന് മനസ്സിൽ തോന്നി. ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ബാത്റൂമിലേക്ക് പോയി. പക്ഷേ എന്തോ ഇന്ന് മനസ്സിൽ പല്ല് തേച്ചിട്ടാണ് ഇന്ന് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. രാവിലെ പല്ല് തേപ്പ് കഴിഞ്ഞ്, സാധാരണ അങ്ങനെ പല്ല് തേപ്പില്ല. ഒന്നീ കോഫി അല്ലെ കട്ടൻ ചായ അല്ലെ ചായ എന്തെങ്കിലും ഒന്ന് കുടിക്കും. കുടിച്ചതിന് ശേഷം മാത്രമേ സാധാരണ പല്ലൊക്കെ തേക്കാറുള്ളൂ. ആദ്യം വെള്ളം കുടിക്കുന്നതിന് ശേഷം മറ്റെന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും കുടിച്ചതിന് ശേഷം മാത്രമേ പല്ല് തേക്കാറൊക്കെ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇന്ന് ഉറക്കത്തിന് എണീറ്റപ്പോൾ എന്തോ മനസ്സിൽ തോന്നി പല്ല് തേക്കുന്നതിനെക്കുറിച്ച്. അങ്ങനെ പല്ല് തേച്ചിട്ടൊക്കെയാണ് ഇന്ന് പുറത്തിറങ്ങിയത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൊബൈൽ എടുക്കുമ്പോഴാണ് ഗൂഗിളുകാരുടെ ഒരു മെസ്സേജ്, ബർത്ത്ഡേ വിഷസ്. അന്നേരമാണ് ഞാൻ ജസ്റ്റ് എനിക്ക് ഓക്കെ ഇന്ന് 19 ഡേറ്റ് എന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ ബർത്ത്ഡേക്ക് എനിക്ക് അങ്ങനെ ബർത്ത്ഡേ വേണ്ടി അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും അതിന് ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതെല്ലാം അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ ഏതായാലും ഇന്ന് ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് ഒരു 2 വരി പാട്ട് എല്ലാവർക്കും വേണ്ടി പാടാമെന്ന് കരുതി. കാരണം എല്ലാവരും ടെൻഷനും കൊറോണയുടെ ഫീലിങ്സും കാറ്റും മഴയും കൊടുങ്കാറ്റും എല്ലാം ആയിട്ടിങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഓർമ്മകൾ 2-3 വരികളൊക്കെ ഇങ്ങനെ ഓർമ്മകളൊക്കെ ഇട്ടില്ല, മറന്നൊക്കെ പോയി. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മീറ്റിങ്ങുകൾ അങ്ങനെ സമയങ്ങളിലൊക്കെ എപ്പോഴും പാട്ടൊക്കെ പാടും. അപ്പോൾ അതിനകത്തൊരു 2 വരി പാട്ട്, ഏകദേശം ഓർമ്മയുള്ള 2 വരി പാട്ട്, ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഞാൻ ഒരു 2 സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ പ്രേമ ഭിക്ഷയ്ക്കായി നീരി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ പ്രേമ ഭിക്ഷയ്ക്കായി നീരി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ. ഒത്തിരി ചെറിയ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു 2-3 വരി. പക്ഷേ ഇങ്ങനെ ഫുള്ളായിട്ട് ഉള്ള പാട്ടുകളൊന്നും അത്ര എനിക്കങ്ങനെ ഓർമ്മയൊന്നുമില്ല. മിക്കവാറും പാട്ടിൻ്റെ ഒക്കെ 2-3 വരികളൊക്കെ ഇങ്ങനെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഓർമ്മകൾ. പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊടിയില്ലേ. അപ്പം ചിലപ്പം സ്കൂൾ മീറ്റിങ്ങുകളുണ്ടല്ലേ, ആ സ്കൂൾ മീറ്റിങ്ങിനെല്ലാം മിക്കവാറും മീറ്റിങ്ങിന് എനിക്ക് പാട്ട് പാടാൻ ഞാനേ കാണത്തുള്ളൂ. വേറെ സ്കൂളിൽ അങ്ങനെ പാട്ട് പാടാറില്ല. എന്താ നാണക്കേടുകൊണ്ടിരിക്കും. ഞാൻ തന്നെ ഒരു 2-3 പാട്ട് ഏതെങ്കിലുമൊക്കെ പാടും. ഇതൊക്കെ ഞാൻ സ്കൂൾ മീറ്റിങ്ങിനൊന്നും കാണുന്നില്ല. അന്ന് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നാടകം, കഥാപ്രസംഗം, പാട്ട്, ഇതെല്ലാം ഇങ്ങനെ
ഉണ്ടായിരുന്നു. അത് സ്കൂൾ ജീവിതം. ഓക്കെ, ബായ് ബായ്. ഇന്ന് എന്നെപ്പോലെ ബർത്ത്ഡേ ഈ 19th മെയ്യിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഓൾ. ബൈ ബൈ.